എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ അമർത്തുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. 10ാം ക്ലാസ്സിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 3ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. അപ്പോൾ ആ കോബ്ര സ്ട്രക്കായി നിൽക്കുന്ന സമയത്ത് ക്രോ ആൻഡ് ദ മൈന, ക്രോവും മൈനയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന പോലെ ആ ഒരു മിഡ് എയറിൽ വായുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്തു അല്ലെങ്കിൽ കൂട്ടിമുട്ടി. സ്ട്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്. അവര് ആ ഒരു സൗണ്ട്, ഒരു ലൗഡ് നോയ്സ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അവർ നേരെ കാക്ടസ് പ്ലാന്റിന്റെ അടുത്തേക്ക് പോയി. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്. ഗ്ലിസൺ മീൻസ് ഷൈൻഡ്, അല്ലെങ്കിൽ അത് കാണപ്പെട്ടു എന്ന് പറയാം. കുറച്ച് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് കോബ്രയുടെ ബാക്കിൽ കാണുന്നുണ്ടായിരുന്നു. ദി കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. Again the mongoose sprang aside, jumped in and bit. കോബ്ര വീണ്ടും സ്ട്രക്കായി, മിസ്ഡ്. ആൻഡ് again the mongoose sprang aside. മംഗൂസ് വീണ്ടും മൂവ് ചെയ്തു, മുന്നിലേക്ക് ചാടി. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. ആ ഒരു ടൈമിൽ വീണ്ടും ബേർഡ്സ് ഏതൊക്കെയാ? ക്രോ ആൻഡ് ദ മൈന വീണ്ടും സ്നേക്കിന്റെ നേരേക്ക് ചാടി അല്ലെങ്കിൽ ഡൈവ് ചെയ്തു. ആൻഡ് ബംപ്ഡ് ഈച്ച് അതർ ഇൻസ്റ്റെഡ് ആൻഡ് റിട്ടേൺ ഷ്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്. വീണ്ടും തിരിച്ചു വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കാക്ടസിലെ സേഫ്റ്റി, അതായത് സ്നേക്ക് കാണാതെ കാക്ടസിന്റെ ഉള്ളിൽ പോയി ഒളിച്ചു. The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. എന്ത് സംഭവിച്ചു? 3ാമത്തെ റൗണ്ടും ഇതുപോലെ തുടർന്നു. പക്ഷെ ഒരു ഡിഫറൻസ് സംഭവിച്ചു. എന്താണ്? ക്രോയും മൈനയും വീണ്ടും ആ ഒരു ഇതില് പങ്കെടുത്തു. കോബ്രയുടെ ആ ഒരു ഡൈവ് ചെയ്തു, കോബ്രയുടെ മുകളിലേക്ക് ചാടി. ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ. അവര് കൊളൈഡ് ചെയ്തില്ല. ഓക്കെ, അവരുടെ ആ ഒരു ഉന്നം തെറ്റിപ്പോയി. മൈന എന്ത് ചെയ്തു? ഫ്ലൂ ഓൺ ആൻഡ് റീച്ച് ഇറ്റ്സ് പെർച്ച്. മൈന അതിന്റെ ആ ഒരു ഷെൽട്ടറിൽ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പറന്നു. ബട്ട് the cobra tried to pull up in mid-air and turned back. ക്രോക്ക് എന്ത് സംഭവിച്ചു? ക്രോ tried to pull up in mid-air. മുകളിലേക്ക് പറക്കാൻ ശ്രമിച്ചു, പക്ഷെ തിരിഞ്ഞു വന്നു. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. വീണ്ടും അത് ചെയ്യാൻ വേണ്ടി പൊന്തിപ്പോവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് കോബ്ര എന്ത് ചെയ്തു? whipped മീൻസ് അടിച്ചു. his head back, ആ തല ബാക്കിലേക്ക് അടിച്ചു. ആൻഡ് struck with great force, നല്ല ഫോഴ്സിൽ. his snout thudding against the crow's body. അതായത് അതിന്റെ ആ ഒരു സ്നൗട്ട് അല്ലെങ്കിൽ ഒരു നോസ് പോയിന്റിങ്, പ്രൊജക്റ്റിംഗ്, മൂവിങ് വിത്ത് സൗണ്ട്. ഓക്കെ, നല്ല സൗണ്ടിൽ അതിന് ക്രോവിന്റെ ബോഡിക്ക് അടിച്ചു. ഓക്കെ, I saw the bird flung nearly 20 feet across the garden
where after fluttering about for a while, it lay still. അപ്പൊ ഇതൊക്കെ ആരാണ് ഇരുന്ന് കാണുന്നത്? യെസ്, ദ ബോയ് ഓൺ ദി ബാനിയൻ ട്രീ. അപ്പൊ അവൻ എന്താ കണ്ടത്? ആ ബേർഡ് ആ ഒരു അടി കിട്ടിയപ്പോ ബേർഡ് 20 feet അപ്പുറം തെറിച്ചു വീണു. കുറച്ചു നേരം അത് ചിറകിട്ട് അടിച്ചു. അതിനുശേഷം അത് അനങ്ങാതെ കിടന്നു. ദി മൈന റിമെയിൻഡ് ഓൺ ദി കാക്ടസ് പ്ലാന്റ്. മൈന എപ്പോഴും കാക്ടസ് പ്ലാന്റിന്റെ അവിടെ ഇരിക്കുകയാണ്. വെരി വൈസ്ലി റിഫ്രെയിൻ ഫ്രം ഇന്റർഫിയറിംഗ് അഗെയിൻ. അപ്പൊ ഇനി ഇതിൽ ഇടപെടണ്ട എന്നുള്ള ഒരു തീരുമാനത്തില് മൈന അവിടെ തന്നെ ഇരുന്നു. ദി കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദി മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. കോബ്ര ഇങ്ങനെ ക്ഷീണിച്ചു വരികയാണ്. മംഗൂസ് ആണെങ്കിലോ അതിന്റെ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേടിയില്ലാതെ, ഫിയർലെസ്ലി raised himself on its short legs and with lightning snap had the big snake by the snout. ആ ഒരു ബിഗ് സ്നേക്ക് ഒരു ലൈറ്റ്നിങ് സ്നാപ്പ് കൊടുത്തല്ലോ. എന്നാലും പേടിയില്ലാതെ തന്നെ മംഗൂസ് ഇങ്ങനെ നടന്നു വരികയാണ്. ദ കോബ്ര റിഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. കോബ്ര ആകെ ഇങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ ചുരുണ്ട് മൂവ്ഡ് ട്വിസ്റ്റ്ലി. ഓക്കെ, ട്വിസ്റ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്, അങ്ങനെ തിരിഞ്ഞു വരികയാണ്. ഓക്കെ, ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. പേടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വരികയാണ്. ആൻഡ് ഈവൻ കോയിൽ ഇറ്റ് സെൽഫ് അബൌട്ട് ദി മംഗൂസ് ബട്ട് ഓൾ ടു നോ അവൈൽ. കോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ചുരുണ്ട് കിടക്കാൻ വേണ്ടി ശ്രമിച്ചു. The little fellow hung grimly on until the snake had ceased to struggle. ആ ഒരു മംഗൂസ് little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and gripping it round the hood, dragged it into the bushes. അതായത് അത് he then smelt along its quivering length. അതിനെ ആ ഒരു ലെങ്ത്തിൽ പിടിച്ച് വലിച്ച് and gripping it around the hood. ആ ഒരു ഹുഡ്, അതിന്റെ ആ ഹുഡ് ഉണ്ടല്ലോ, പാമ്പിന്റെ ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി, എന്നിട്ട് അതിനെ വലിച്ച് ബുഷസിന്റെ അവിടെ കൊണ്ടുവന്നിട്ടു. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then, with a shrill cry of congratulation, flew away. മൈന പതുക്കെ ഇറങ്ങി, എന്നിട്ടൊന്ന് ചാടി ബുഷസിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി. ഓക്കെ, കുറച്ച് സേഫ് ആണ് എന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് അങ്ങനെ നോക്കി. ആൻഡ് ദെൻ വിത്ത് shrill cry of congratulation flew away. എന്നിട്ടത് പതുക്കെ പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandmother of the fight I had seen. He was pleased that mongoose had won. He had encouraged it to live in the garden to keep away the snakes and fed it regularly with scraps from the kitchen. He had never tried taming it because wild mongoose was more useful than a domesticated one. അപ്പോൾ അവൻ അവിടുന്ന് ആ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗ്രാൻഡ് ഫാദറിനോട് ഈ ഫൈറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ഇഷ്ടമായി, അതായത് മംഗൂസ് ആണല്ലോ ജയിച്ചത്. സോ ഹി ബിക്കം വെരി പ്ലേസ്ഡ്. ഹി ഹാഡ് എൻകറേജ് ടു ലീവ് ദ ഗാർഡൻ. അദ്ദേഹം ആ ഒരു ഗാർഡനിൽ ഈ മംഗൂസ് ജീവിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? സ്നേക്സിനെ അത് ഓടിക്കുമല്ലോ. എന്നിട്ട് ആ കിച്ചണിൽ നിന്നുള്ള ഫുഡൊക്കെ റെഗുലറായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. ഹി നെവർ ട്രൈ ടേമിങ് ഇറ്റ്. പക്ഷെ ഒരിക്കലും അതിനെ വളർത്താൻ ശ്രമിക്കാറില്ല, ഇണക്കാൻ ശ്രമിക്കാറില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അതായത് നമ്മൾ വളർത്തുന്നതിനെക്കാട്ടിയും നല്ലതാണ് ഒരു വൈൽഡ് മംഗൂസ്, നല്ല യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ,
From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth, and knew he had been in the poultry house, but he hadn't harmed the birds. And I know grandfather would forgive him for stealing as long as he kept the snakes away from the house. ഒരു ദിവസം ബനിയൻ ട്രീ ഫ്രം ദി ബനിയൻ ട്രീ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് കാണാറുണ്ട്. എന്താണ് ഈ കുട്ടി കാണാറുള്ളത്? ആ മംഗൂസ് പെട്രോളിയം. മംഗൂസ് ഇങ്ങനെ ആ ഗാർഡന്റെ 4 സൈഡിൽ നിന്നും വരുന്നത് കാണാറുണ്ട്. വൺസ് ഐ സോ ഹിം, ഞാൻ കണ്ടു തുടങ്ങുന്ന സമയത്ത്, ഞാൻ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഞാൻ കാണുന്ന സമയത്ത് എന്താണ്, ഒരു കോഴിമുട്ട അല്ലെങ്കിൽ ഒരു എഗ്ഗ് ഉണ്ടാവാറുണ്ട് അവന്റെ ആ ഒരു മൗത്തില്. എവിടുന്നായിരിക്കും എഗ്ഗ്? ഫ്രം ദി പോൾട്രി ഹൗസ്, അല്ലെ? പോൾട്രി ഹൗസിൽ നിന്നായിരിക്കും. പക്ഷെ അവൻ ഒരിക്കലും ബേർഡ്സിനൊന്നും ഹാം ചെയ്യാറില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം. ഗ്രാൻഡ് മദർ അവനോട് പൊറുക്കും, അല്ലെങ്കിൽ അവനെ ഫോർഗീവ് ചെയ്യും. ഈ കോഴിമുട്ടയൊക്കെ കട്ടെടുത്തതിന്, സ്റ്റീലിംഗ്, അല്ലെ? എന്തുകൊണ്ടാണ്? അവന് ഹി ഹെൽപ്പ് ടു കീപ് സ്നേക്സ് അവേ ഫ്രം ദി ഹൗസ്. വീടിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഗാർഡനിൽ വീടിന്റെ അവിടെയൊന്നും സ്നേക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് അവർക്ക് ഉണ്ടായിരുന്നു. അവനെ ഓടിക്കും, സ്നേക്കിനെ ഓടിക്കുമെന്ന് ഗ്രാൻഡ് മദറിന് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മദറിന് കുഴപ്പമൊന്നുമില്ല അവന് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റീൽ ചെയ്യുന്നത്, അല്ലെ? കട്ടെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവന്. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. Banyan tree was also the setting for what we were to call strange case of grey squirrel and white rat. സ്ക്വിരലും റാറ്റും ഒക്കെ അവരുടെയൊക്കെ സ്ഥലമാണ് ഈ ഒരു banyan tree. The white rat was grandfather's, and he had bought it from the bazaar for 4 annas. But I would often take it with me to the roots and branches of the old tree. ഗ്രാൻഡ്ഫാദർ വാങ്ങിച്ചിട്ടുള്ളതാണ് ആ ഒരു വൈറ്റ് റാറ്റിന്. എത്ര രൂപയ്ക്ക്? 4 അണാസ്, 4 അണയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു റാറ്റിന്. ബനിയൻ ട്രീ വേർ ഐ soon struck up a friendship with one of the squirrels. They would go off together on a little excursion among the branches. ആ സ്ക്വിറലൊക്കെ ചില സമയത്ത് എക്സ്കർഷൻ ഒക്കെ പോവാറുണ്ട് അവര് തമ്മിൽ. ഓക്കെ, എന്തുകൊണ്ടാണ്? റാറ്റും ഈ ഒരു സ്ക്വിറലും തമ്മിൽ they were very good friends, and they often go for little excursion. Then the squirrel started building a nest. അതിനുശേഷം സ്ക്വിറൽ ഒരു നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. ആദ്യം തന്നെ എൻ്റെ പോക്കറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. When I went indoor and changed my clothes, I will find straw and grass falling out. അപ്പൊ ആദ്യമൊക്കെ എൻ്റെ പോക്കറ്റിന്റെ ഉള്ളിലാണ് അവള് സ്ക്വിറൽ നെസ്റ്റ് ബിൽഡ് ചെയ്യാറ്. ഓക്കെ, നെസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഞാൻ അകത്തേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നും സ്ട്രോവും ഗ്രാസൊക്കെ പുറത്തേക്ക് ചാടാറുണ്ട്. Then one day grandmother's knitting was missing. ഒരു ദിവസം ഗ്രാൻഡ് മദറിന്റെ ആ ഒരു നെയ്യുന്ന ആ ഒരു സൂചി ഉണ്ടല്ലോ, അത് മിസ്സിംഗ് ആണ്. We hunted for it everywhere, but without success. ഞങ്ങളത് എല്ലായിടത്തും നോക്കി, but it's not there. Next day I saw something glinting in the hole in the banyan tree. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടു ഒരു ഹോളില്, ബനിയൻ ട്രീയുടെ ഒരു ഹോളില്. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. ഓക്കെ, ഐ സോ ദാറ്റ് ഇറ്റ് വാസ് എൻഡ് ഓഫ് ആ ഒരു ഷൈനിങ് എന്താണ്? ആ നിറ്റിംഗ് നീഡിലിന്റെ ഒരു സ്റ്റീലിന്റെ കളറാണ്. ഓക്കെ, on looking further, I discovered that the hall was crammed with knitting, and amongst the wool
were 3 baby squirrels, all of them white. ഓക്കെ, അത് നിറ്റിങ് ഗ്രാൻഡ് മദറിന്റെ നിറ്റിങ് നീഡിലിന്റെ ഒരു തെല്ലാണെന്ന് മനസ്സിലായി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? The hall was crammed with knitting. Among the wool were 3 baby squirrels. 3 baby squirrels ഉണ്ടായിരുന്നു അതില്, ആ ഒരു നെസ്റ്റില്. അതിന്റെ കളർ എന്തായിരുന്നു? All of them were white. 3 എന്താണ്? വെള്ള കളറിലുള്ളതായിരുന്നു. Grandfather had never seen white squirrels before. And we gazed at them in wonder. Grandfather ഒരിക്കലും വെള്ള സ്ക്വിറലിനെ കണ്ടിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ അതിനെ എന്ത് ചെയ്തു? അത്ഭുതത്തോടു കൂടി നോക്കി. We were puzzled for some time, but when I mentioned the white rat's frequent visit to the tree, Grandfather told me that the rat must be the father. Grandfather എന്താ എന്നോട് പറഞ്ഞത്? The rat must be the father. ഫാദർ ആരായിരിക്കും? റാറ്റ് ആയിരിക്കും. അവൻ ഇടയ്ക്കിടയ്ക്ക് ആ സ്ക്വിറലിന്റെ അല്ലെങ്കിൽ ബനിയൻ ട്രീയുടെ മുകളിലേക്ക് വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു റാറ്റ് ആയിരിക്കും അതിന്റെ ഫാദർ. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് were related to each other, he said, and so it was quite possible for them to have offspring, in the case white squirrels. അതുകൊണ്ടായിരിക്കും വെള്ള സ്ക്വിറൽസ് ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ചാപ്റ്റർ ഇതാണ്. അപ്പോൾ എല്ലാവരും ചാപ്റ്ററൊക്കെ നന്നായിട്ട് വായിക്കുക. 3 ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാപ്റ്ററൊക്കെ നന്നായിട്ട് വായിക്കുക. അപ്പം നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.